പ്രോഗ്രാമിലേക്ക് വീണ്ടും അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നും അറിയില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. മറ്റുള്ളവരെല്ലാം ആ രീതി ബാബുരാജ് അടക്കമുള്ളവർ പറയുന്നു. പക്ഷേ ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന 15 പേർ. അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി തുടങ്ങുമ്പോൾ താരങ്ങൾ, ആ സിനിമ എന്ന ആകാശത്തിലെ ചന്ദ്രൻ, അതായത് ഏറ്റവും സുപ്രധാന പേരുകൾ, ഈ ഉന്നതർ മലയാള സിനിമയിൽ മലയാളികൾ അറിയാത്ത എത്ര ഉന്നതരുണ്ട്? ഒരു ഉന്നതരുമില്ല. നമുക്കറിയാം ആരാണ് മലയാള സിനിമയിലെ പ്രമുഖരാരൊക്കെയാണ് എന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. അത്രയും വിവരമുള്ള മലയാളികൾക്കറിയാം. അതായത് ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉന്നതരിൽ പ്രധാന നടന്മാരുണ്ട്. ആ പേരുകൾ പറയാൻ കഴിയില്ല, പക്ഷെ അത് ഊഹിക്കാം. ആരായിരിക്കും ആ പേരുകൾ? സംവിധായകർ, നിർമ്മാതാക്കൾ, അതായത് പ്രമുഖരാണ് ഇതിന് ഒത്താശ നൽകുന്നത്, പ്രമുഖരാണ് ഈ അതിക്രമങ്ങൾ നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇനി ഈ പേരുകൾ ആര് എന്ന് മലയാളി സ്വയം ചോദിക്കും. ആ ചർച്ചകൾ നടക്കും. ഉന്നതരിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു എന്ന് പറയുന്നിടത്ത് താരസംഘടന അമ്മ, ഫെഫ്ക മുതലായ എല്ലാ പ്രധാനപ്പെട്ട സംഘടനകൾ പോലും പ്രതിക്കൂട്ടിൽ വരുന്നുണ്ട്. ഇല്ലേ അരുൺ? ഇത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരനുഭവം ഉണ്ടായത് ഏതെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമെന്ന് കരുതരുത്. പുതിയതായി സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന, സിനിമാ സ്വപ്നങ്ങളുമായി കടന്നു വരുന്ന ഏതെങ്കിലും പുതിയ കുട്ടികൾക്ക് ആണെന്ന് മാത്രം കരുതരുത്. ഇതിലെ 205-ാമത്തെ ഭാഗത്ത് ചില പരാമർശങ്ങളുണ്ട്. ഇറ്റ് ഈസ് ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദ കമ്മിറ്റി ദാറ്റ് ദ പ്രൊമിനന്റ് ആക്ടർ ഇൻ മലയാളം സിനിമ റെഫേർഡ് ടു ദി പവർഫുൾ ലോബി വിച്ച് എക്സിസ്റ്റ് ഇൻ ഇൻഡസ്ട്രി ആസ് മാഫിയ ഇൻ സിനിമ. അതായത് സിനിമാ മേഖലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 15-അംഗ പവർ അല്ലെങ്കിൽ അധികാരമുള്ള ശക്തിയുള്ള സംഘത്തെ മാഫിയ എന്ന് വിളിച്ച ഒരു മുതിർന്ന നടൻ മലയാള സിനിമയിലുണ്ട്. അദ്ദേഹം സിനിമയിലെ ഈ പവർഫുൾ ലോബിയെ വിശേഷിപ്പിക്കുന്നത് mafia in cinema ennaana, since they could do anything in cinema according to their whims and fancies, and even ban very prominent directors, producers, actors or any other person, even though such ban is illegal and unauthorized. അതായത് ഈ പ്രമുഖരുടെ, ഈ മാഫിയയുടെ, ഈ പവർ ഹൗസുകളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത, അവരുടെ എതിർ നിൽക്കുന്നവർ ആരായാലും, അതായത് എത്ര പ്രമുഖരായ സംവിധായകരായിക്കോട്ടെ, നിർമ്മാതാക്കളായിക്കോട്ടെ, നടന്മാരും നടിമാരും ആയിക്കോട്ടെ, അതായത് ഇവരുടെ അവരുടെ സ്വപ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഭാവനകൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്ത ആളുകളെ സിനിമയിൽ നിന്ന് ഒരു തരത്തിലും നിയമപരമായി അല്ലാതെ വിലക്കാനുള്ള ശക്തിയുള്ളവരാണ്. നോ മാൻ നോർ വുമൺ dare to utter any word in which may offend anyone belonging to the power group. അതായത് ഇത് ഈ പവർ ഗ്രൂപ്പിനെ ആശ്രയിച്ച് നിൽക്കുന്ന, അവരെ ചാരി നിൽക്കുന്ന, അവരെ അതിജീവിച്ച് കഴിയുന്ന ആളുകൾക്കെതിരെ പോലും, ഈ പവർ ഗ്രൂപ്പിനെതിരെ മാത്രമല്ല അവരുടെ ഒപ്പം നടക്കുന്നവർക്ക് എതിരെ പോലും എന്തെങ്കിലും പറയാൻ ആർക്കും ധൈര്യമുണ്ടാകില്ല. ബിക്കോസ് such persons will be wiped out of the industry by the powerful lobby. അതായത് ഈ ശക്തന്മാർക്കെതിരെ, ഈ മാഫിയ സംഘത്തിനെതിരെ സംസാരിക്കുന്നവരെ സിനിമയിൽ തുടച്ചു നീക്കം ചെയ്യുമെന്ന ഭയമാണ് മറ്റുള്ളവർക്കുള്ളത്. അത് പ്രധാനപ്പെട്ട നടന്മാരാകട്ടെ, സീനിയറായിട്ടുള്ള താരങ്ങളാകട്ടെ, അവർക്ക് പോലും അത്തരം ഭയം, അവരെ പോലും അത്തരം ഭയം സിനിമാ മേഖലയിൽ ചൂഴ്ന്നു നിൽക്കുന്നു. ഈ പവർ ലോബിക്കെതിരെ, ഈ മാഫിയ സംഘങ്ങൾക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയാൽ അവർ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ, അത് എത്ര പ്രമുഖ, എത്ര കഴിവ് തെളിയിച്ച,